ഹായ് ഹലോ, എൻ്റെ പേര് അഭിരാം. ഞാൻ കോഴിക്കോട് നരിക്കുന്നിൽ നിന്നാണ് വരുന്നത്. SI, CPO, ബീറ്റ് ഫോറസ്റ്റ്, ഫയർ, റിസർവ് ഓഫീസർ, കമ്പനി പ്രൊഡക്ഷൻ ഗ്രേഡ് 1, കമ്പനി പ്രൊഡക്ഷൻ ഗ്രേഡ് 2, ബീവറേജ് LD ക്ലർക്ക് എന്നീ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹായ് ഹലോ, എൻ്റെ പേര് അഭിരാം. ഞാൻ കോഴിക്കോട് നരിക്കുന്നിൽ നിന്നാണ് വരുന്നത്. ബാലുശ്ശേരി എയ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഹെഡ് ലോഡ് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ SI, CPO, ബീറ്റ് ഫോറസ്റ്റ്, ഫയർ, പ്രിസൺ ഓഫീസർ, കമ്പനി പ്രൊഡക്ഷൻ ഗ്രേഡ് 1, കമ്പനി പ്രൊഡക്ഷൻ ഗ്രേഡ് 2, ബീവറേജ് LD ക്ലർക്ക് എന്നീ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഫയർമാൻ റാങ്ക് ലിസ്റ്റിൽ നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ബാലുശ്ശേരി ശ്രീഗോകുലം കോളേജിൽ BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ആണ് കുറച്ച് കൂട്ടുകാർ എന്നോട് PSCനെ പറ്റി പറഞ്ഞത്. PSC എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. സാധാ ബേസിക് ജനറൽ നോളജ് പോലും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ PSC ഫീൽഡിലേക്ക് ഇറങ്ങാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ 2 സുഹൃത്തുക്കൾ ശിഖയും അശ്വിനും അവരാണ് എന്നോട് പറഞ്ഞത് PSC എങ്ങനെയാണെന്നും എന്താണെന്നുള്ളത്. അങ്ങനെ അവരിലൂടെ ഞാൻ ഈ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് ആ ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാലുശ്ശേരി എയ്സിലെ ദീപക്കേട്ടനെ പരിചയപ്പെടുന്നത്. ദീപക്കേട്ടനാണ് എന്നെ ബാലുശ്ശേരി എയ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അദ്ദേഹം കാരണം അവിടുത്തെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ മിങ്കിളായി. എൻ്റെ ലെവലിലുള്ളതും എന്നേക്കാൾ ഉയരത്തിൽ ലെവലിലുമായിട്ടുള്ള ആളുകളുമായിട്ട് എനിക്ക് കമ്പനി ആവാനും പറ്റി. അങ്ങനെ അവരിലെത്താൻ, അതായത് ആ ഉയരത്തിലുള്ള ലെവലിലേക്കുള്ള ആളുകളായിട്ട് എത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും മാക്സിമം എഫേർട്ട് എടുത്തു. അങ്ങനെ ആദ്യം എഴുതുന്ന എക്സാംസുകളിലൊന്നും വിചാരിച്ച രീതിയിൽ മാർക്ക് വാങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ എഴുതുന്ന എക്സാംസുകൾ സപ്ലിമെൻ്ററി എടുത്താൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇത്രയും മെയിൻ ലിസ്റ്റിലേക്കും എനിക്ക് എത്താൻ പറ്റി. സോ ആദ്യത്തെ ആ പരീക്ഷകളിലൊന്നും തോറ്റിട്ടുണ്ടെങ്കിലും അതിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ അവരെല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 10th വരെ CBSE ആയിരുന്നു പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളം ടേംസൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ SCRTയിലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ വളരെ ഡീപ്പായിട്ട് തന്നെ കഷ്ടപ്പെട്ടിരുന്നാണ് പഠിച്ചത്. അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പഠിച്ചിരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു. കാരണം അത് വെച്ചിട്ട് കുറേ മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത് അത് മാത്രം പോരാ, SCRT പാഠങ്ങളും കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ വരുന്ന എക്സാംസുകൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ SCRT വളരെ ഡീപ്പായിട്ടും പ്രീവിയസ് ആണെങ്കിലും എല്ലാം അതിൻ്റെതായ പ്രാധാന്യം നൽകി ഓരോന്ന് പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റി. എൻ്റെ പഠന രീതി കൂടുതലും കമ്പൈൻ സ്റ്റഡി മെത്തേഡായിരുന്നു. രാവിലെ 8 മണിക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണി വരെയൊക്കെ അവിടുത്തെ റീഡിംഗ് റൂം ഞങ്ങളെല്ലാവരും യൂസ് ചെയ്യാമായിരുന്നു. ടോപ്പിക് എക്സാമും വീക്ക്ലി എക്സാമും അതിൻ്റെ എക്സ്പ്ലനേഷൻസും എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി നല്ല രീതിയിൽ ഉറങ്ങാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുമായിരുന്നു. പഠനം ഒരു ലഹരിയായിട്ട് തന്നെ കാണാൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ജീവിച്ചിരുന്നത് എയ്സിലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സിനിടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോൾ CPO ട്രെയിനിങ്ങിലാണ് 7 പേരും ഇപ്പോൾ. അപ്പോൾ ഞങ്ങളിടയിൽ കുറച്ച് ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന് ഉത്തരം പറയുന്നവർക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനമൊക്കെ നൽകി അങ്ങനെയൊക്കെയായിരുന്നു. അതായത് പഠനത്തിൻ്റെ ഒരു വിരസത ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ദിവസം വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. കാരണം അന്ന് പഠിച്ച പോയിൻറ്റ്സൊക്കെ എനിക്ക് കിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നലായിരുന്നു. സോ എക്സാമുകളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പതറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെയൊന്നും തോൽക്കാതെ വീണ്ടും പഠിച്ച് മുന്നേറാനുള്ളൊരു മോട്ടീവ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവണം. നമ്മളിപ്പം ഒരു സിലബസ് എക്സാം അല്ലെങ്കിൽ ഒരു എക്സാം നടക്കുകയാണെങ്കിൽ ആ എക്സാമിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമുക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പം സിലബസ് ഒന്നും കവറായിട്ടില്ലല്ലോ, അയ്യോ ഇനി എത്ര തീർക്കാൻ പറ്റും എന്നുള്ളൊക്കെ പ്രശ്നത്തിൽ നമ്മൾ ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ പഠിക്കുക, ബാക്കിയൊക്കെ വരുന്ന പോലെ. കാരണം എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്കൊരു റിഗ്രറ്റ് ഒരിക്കലും ഉണ്ടാവരുത്. അയ്യോ ഈ സമയം ഞാൻ പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഈ സമയം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്കൊരു മാർക്ക് കിട്ടുമായിരുന്നല്ലോ. കാരണം 0.33 മാർക്കിലൊക്കെയാണ് സപ്ലിമെൻ്ററിൽ ഞാൻ തന്നെ കുറേ പെട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ള. മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ പഠിക്കുക, ബാക്കിയൊക്കെ വരുന്ന പോലെ. ഞാൻ ഡിഗ്രി സമയത്തൊക്കെ വളരെ എക്സ്ട്രോവേർട്ട് ആയിരുന്ന ഒരാളായിരുന്നു. സോ ഡിഗ്രി കഴിഞ്ഞ് PSCയിലേക്ക് ഇറങ്ങിയ സമയത്ത് കൂട്ടുകാരും നാട്ടുകാരെയൊക്കെ ആയിട്ട് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു. കാരണം പഠിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ അവരുമായിട്ട് അങ്ങനെ മിങ്കിളാവാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറേ സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഞാനത് വിചാരിച്ചെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ മിസ്സാവുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. കാരണം ഇനി വരാൻ പോകുന്ന എക്സാംസിനൊക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കാൻ പറ്റും. ആ ഒരു മെത്തേഡായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. സോ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ നാട്ടിലുള്ള ആളുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PSC എന്ന് പറയുമ്പം അവരുടെ മുഖത്തൊരു ഭാവമാറ്റം എനിക്ക് കാണാൻ പറ്റിയിരുന്നു. കാരണം PSC ആണോ, അതിലിപ്പോൾ പഠിച്ച് എന്താവാനാ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒരു പേര് പറയുന്ന പോലെയായിരുന്നു PSC എന്ന് പറയുന്നത്. സോ എനിക്ക് ആളുകളോട് പറയാനൊരു മടിയായിരുന്നു ഞാൻ PSC പഠിക്കുന്നുള്ളത്. കാരണം ആ ഒരു പുച്ഛഭാവത്തോടെയായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത്, അധിക പേരും. പക്ഷേ കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു PSC എന്താണെന്നും അല്ലെങ്കിൽ പഠിച്ചാൽ കിട്ടുമെന്നും. അങ്ങനെ കുറച്ച് പേര് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഭൂരിഭാഗം പേരും ഡീമോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. സോ അങ്ങനെയുള്ള ആളുകൾ ഇപ്പം എക്സാം എഴുതി ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി റെസ്പെക്റ്റോടെ എങ്ങോട്ട് സംസാരിച്ച് വരുന്നതായി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവുമെങ്കിലും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേരുണ്ടാവും. നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് നമ്മുടെ കൈത്താങ്ങായിട്ട് നമുക്ക് ചുറ്റിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. എനിക്ക് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അനിയനും പിന്നെ എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ബുക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ആണെങ്കിൽ അതിന് ദീപക്കേട്ടനും ശ്രീജേഷേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എത്തിച്ചേരുന്നു ബുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സായിരുന്ന അബിയും അക്ഷയും ഇവരൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിക്ക് പഠിക്കുന്ന ആൾക്കാർ. സോ ഇവരൊക്കെ തന്ന ഊർജ്ജം കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഒരു ദിവസം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ദിവസം പഠിച്ച കാര്യങ്ങൾ എനിക്ക് മിസ്സായി പോവോ, അല്ലെങ്കിൽ അവരുടെ ലെവലിൽ നിന്ന് ഞാൻ താന്നു പോവോ, ഞങ്ങൾക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള പേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സെഷൻസ് ഞങ്ങൾ മിസ്സാക്കാതെ ഞങ്ങൾ ഡെയിലി വന്ന് കൺസിസ്റ്റൻറ്റോടെ തന്നെ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്കതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, അതിൻ്റെ സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് CPO ആയിരുന്നു. അത് ഞാൻ കുറച്ച് പ്രെഡിക്റ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് വിചാരിച്ചത്ര മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള SI എക്സാമിന് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റി. സോ ഞാൻ പഠിച്ചിരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ ആ പഠിച്ച പോയിൻറ്റ്സ് ഒരിക്കലും വെറുതെ ആയി പോയിരുന്നില്ല. കാരണം വേറെ എക്സാമിന് എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അത് പഠിക്കുന്ന ഒരിക്കലും വെറുതെ ആയി പോകും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ആ വരുന്ന എക്സാമിന് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ഏതെങ്കിലും ഒരു എക്സാമിന് നമുക്കത് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ പഠിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. ഇനി PSC പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇതൊരു തമാശയാക്കി എടുക്കരുത്. ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാക്സിമം ഇതിൽ തന്നെ ഇൻവോൾവ് ആവുക. ഒരു ടൈം പാസ് പോലെയൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ചിലപ്പം ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്തായാലും നമ്മൾ എഫേർട്ട് എടുക്കുകയാണ്. സോ അതിൻ്റെ 100% എഫേർട്ട് നമുക്ക് എടുക്കണം, എന്നാലേ നമുക്കിതിൽ റിസൾട്ട് വരുള്ളൂ. പിന്നെ ഒരിക്കലും ഡ്രോപ്പ് ഔട്ട് ആയി പോകരുത്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി മിസ് ചെയ്യരുത്. കാരണം ഒരു ദിവസം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ ബാഡായിട്ടാണ് ഉണ്ടാവുക. കാരണം റിപ്പീറ്റേഷനും കാര്യങ്ങളും ഒക്കെ വളരെ നീറ്റായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ഈ PSC എന്ന് പറഞ്ഞൊരു സാധനം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ കൺസിസ്റ്റൻസിയും വേണം. ഒരിക്കലും ഡ്രോപ്പ് ഔട്ട് ആകരുത്, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഒഴിവാക്കരുത്. ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ദിവസം നമ്മൾ മിസ്സായി പോയാൽ തന്നെ നമുക്ക് തിരിച്ച് ആ ട്രാക്കിലേക്ക് എത്താൻ പാടാണ്. അപ്പോൾ നമ്മളത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പിന്നെ തിരിച്ച് കയറാൻ വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഏതൊരു എക്സാം എഴുതുകയാണെങ്കിലും ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ എക്സാം എന്നുള്ള രീതിയിൽ വേണം പഠിക്കാൻ. മാക്സിമം എഫോർട്ട് ആ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഇനി അഥവാ ആ റിസൾട്ട് അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഏതെങ്കിലും എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ റിസൾട്ട് കിട്ടാതിരിക്കില്ല. PSC എന്ന് പറയുന്നത് ആർക്കും കിട്ടാത്തതോ അല്ലെങ്കിൽ ഒരു ബാല്യകേറാമലയൊന്നുമല്ല. GKയുടെ യാതൊരു തരത്തിലുള്ള ബേസിക് നോളജ് പോലും അറിയാത്ത എനിക്ക് ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇതിൽ എന്തായാലും ഇടം നേടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, അതാണ് നിങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുന്നത്. അതുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്.